ലോക പരിസ്ഥിതി ദിനത്തിൽ പ്രശസ്ത കവയത്രിയും പരിസ്ഥിതി പ്രവർത്തകയുമായിരുന്ന സുഗതകുമാരിക്ക് ആദരമർപ്പിച്ച തിരുവനന്തപുരം പട്ടം SUT ആശുപത്രി മാനേജ്മെന്റ്. ആശുപത്രി വളപ്പിലൊരുക്കിയ സുഗത വനനക്ഷത്ര ഉദ്യാനം പദ്ധതി മുൻ കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടറി TK നായർ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ BJP നേതാവും മുൻ മിസോറാം ഗവർണറുമായ കുമ്മനം രാജശേഖരൻ സ്വാഗത പ്രസംഗം നടത്തി. പൂന്തണൽ വീശി പടർന്നു ചൂഴ്ന്നു നിൽക്കുന്ന മരത്തിൻ്റെ തിരുമുടിക്കിതാ തോഴുന്നേ നീലകണ്ഠ സ്വാമിയെ. ജന്മനക്ഷത്ര വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിച്ചുകൊണ്ടാണ് ഇത്തവണ തിരുവനന്തപുരം പട്ടം SUT ആശുപത്രി ലോക പരിസ്ഥിതി ദിനം ആചരിച്ചത്. പരിസ്ഥിതി ദിനാഘോഷത്തെ പ്രശസ്ത കവയിത്രിയും പരിസ്ഥിതി പ്രവർത്തകയുമായ സുഗതകുമാരിയുടെ നവതിവർഷ ആഘോഷമായി മാറ്റാനും ഇവർ മറന്നില്ല. സുഗതകുമാരിയുടെ ജന്മനക്ഷത്ര മരമായ കാഞ്ഞിരം തൈ ആശുപത്രി വളപ്പിൽ നട്ട് മുൻ കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടറി TK നായർ പദ്ധതിക്ക് തുടക്കം കുറിച്ചു. മിസോറാം മുൻ ഗവർണർ കുമ്മനം രാജശേഖരൻ പരിസ്ഥിതി ദിന സന്ദേശം നൽകി. വർഷത്തിലൊരിക്കൽ ലോകത്തെമ്പാടും പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്ന ദിവസമാണ്. ഇത് വെറൊരു ഓർമ്മപ്പെടുത്തൽ മാത്രമാകരുത്. ഇത് പ്രകൃതിയെ സംരക്ഷിക്കാൻ നാം എടുക്കുന്ന ഒരു പ്രതിജ്ഞയായും ജീവിതകാലം മുഴുവൻ ആ പ്രതിജ്ഞയിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കാൻ പ്രേരണയും പ്രചോദനവും ലഭിക്കുന്ന ഒരു ദിനമായി ഇത് മാറേണ്ടതാണ്. ആ നിലയ്ക്ക് ചിന്തിക്കുമ്പോൾ ഈ കേരളത്തിൽ പരിസ്ഥിതിക്ക് വേണ്ടി ഒരു ജീവിതായുസ് മുഴുവൻ നീക്കിവെച്ച് നമ്മുടെ സുഗതകുമാരി ചേച്ചിയുടെ ഓർമ്മയ്ക്ക് മുന്നിൽ അർപ്പിക്കുന്ന ഒരു ആദരാഞ്ജലി കൂടി ആയിരിക്കണം ഇത്. പദ്ധതിയിലൂടെ സംസ്ഥാനത്തെ 90 ഇടങ്ങളിൽ സുഗതവനങ്ങൾ വളർത്തുന്നതിനും അവബോധമുണ്ടാക്കുന്നതിനും ലക്ഷ്യമിടുന്നതായി ആശുപത്രി CEO കേണൽ രാജീവ് മണ്ണാളി പറഞ്ഞു. ഈ നക്ഷത്ര വനം കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് 27 നക്ഷത്രങ്ങളുടെയും അവരുടെ സിമ്പിൾസ് ആയിട്ടുള്ള മരങ്ങൾ അല്ലെങ്കിൽ തൈകൾ ഇന്നിവിടെ നട്ടുപിടിപ്പിക്കുകയാണ് ഉണ്ടായത്. ഞങ്ങളിതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാ സ്കൂളുകളാകട്ടെ, കോളേജുകളാകട്ടെ, ഈവൻ ആശുപത്രികളായിക്കോട്ടെ, എല്ലാ സ്ഥലങ്ങളിലും ഇതുപോലെ വനങ്ങൾ, ചെറിയ ചെറിയ വനങ്ങൾ ഉണ്ടാകണം, വളരണം. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും പൊതുവിൽ നന്മയുണ്ടാകണം. പിന്നെ നമ്മുടെ ആർഷ സംസ്കാരത്തിൻ്റെ പ്രതീകമായ നക്ഷത്രങ്ങളും അതിനോട് ചേർന്ന് നിൽക്കുന്ന മരങ്ങളെയൊക്കെ നമുക്കൊന്ന് ആദരിക്കാൻ ഒരവസരം കിട്ടുക എന്നുള്ളത് ചെറിയ കാര്യമല്ല. സാഹിത്യകാരൻ ഡോക്ടർ ജോർജ് ഓണക്കൂർ, സുഗതകുമാരിയുടെ മകൾ ലക്ഷ്മി ദേവി, സൂര്യ കൃഷ്ണമൂർത്തി, രഞ്ജിത്ത് കാർത്തികേയൻ തുടങ്ങി ഒട്ടേറെ പ്രമുഖർ നക്ഷത്ര ചെടികൾ നടാൻ എത്തിയിരുന്നു. ജനം, തിരുവനന്തപുരം.